അസ്സലാമു വറഹ്മത്തുള്ളാഹി. ഉസ്താദന്മാരെ, നമ്മളെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് ടി സി കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ എക്സാം സെൻറ്റർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിലവിൽ വന്നിട്ടുണ്ട്. അത് പൊതുപരീക്ഷ 7, 10, 12 ക്ലാസ്സിലെ കുട്ടികൾക്ക് മാത്രമേ ബാധകമാകുള്ളൂ. അത് ചെയ്യേണ്ട രൂപം എങ്ങനെയാണെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. നമ്മൾ മദർസൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഒന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇടത് ഭാഗത്ത് നമുക്ക് പബ്ലിക് എക്സാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് കാണും. അതിലൊന്ന് പോവുക. പബ്ലിക് എക്സാം നിലയിലൊന്ന് പോവുക. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ എക്സാം സെൻറ്റർ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. ഇവിടെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ അടിഭാഗത്ത് പോയാൽ ഏത് ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണോ എന്നാണ്. അപ്പോൾ 7, 10, 12 ക്ലാസ്സിലെ കുട്ടികളെ മാത്രമേ ഇങ്ങനെ ചെയ്യേണ്ടുള്ളൂ. 5ാം ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ ടി സി കൊടുത്താൽ മതി. ടി സി സാധാരണ ഓൺലൈൻ ടി സി കൊടുത്താൽ മതി. അവിടെ അപ്രൂവ് ചെയ്യുമ്പോൾ എക്സ്ട്രാ ഫീസ് അവിടെ കാണിക്കും. ഇത് വിദേശ മദ്രസക്ക് ഉള്ള വർത്താനാണ് പറയുന്നത്. നാട്ടിലത്തെ മദ്രസക്കാണെങ്കിൽ ടി സി മാത്രം കൊടുത്താൽ മതി. 7, 10, 12 ക്ലാസ്സിലെ കുട്ടിയാണെങ്കിൽ ടി സി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ 15 ദിവസം മുമ്പായിട്ട്, പരീക്ഷൻ്റെ 15 ദിവസം മുമ്പായിട്ട് ഓഫീസിലൊന്ന് വിളിച്ചറിയിക്കണം. അപ്പോൾ നമ്മളിവിടെ ക്ലാസ് 7 എന്ന് സെലക്ട് ചെയ്യുക. ആ കുട്ടീൻ്റെ രജിസ്റ്റർ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക. എത്രയാണോ കുട്ടീൻ്റെ രജിസ്റ്റർ നമ്പർ വെച്ചെങ്കിൽ അതുപോലെ അടിച്ചു കൊടുക്കുക. ഏത് മദ്രസക്കാണോ കുട്ടി പോകണമെന്ന് വെച്ചാൽ, ഗൾഫ് മദ്രസയാണ് ഈ പറയുന്നത്, ആ മദ്രസൻ്റെ നമ്പറും അടിച്ചു കൊടുക്കുക. ഈ പച്ച ബട്ടൺ നെക്കി കൊടുക്കുക. എത്രയേ വേണ്ടുള്ളൂ, വേറെ ഇതിലൊന്നും ചെയ്യാനില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടി സി എന്താവും പോവും. ഓല അവിടെ അപ്രൂവ് ചെയ്യുന്ന സമയത്ത്, ആ മദ്രസിൻ്റെ സൈറ്റിൽ ഓല അപ്രൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ അവിടെ എക്സ്ട്രാ ഫീസ് അവിടെ കാണിക്കുന്നുണ്ടാവും. അത് ഓലൊന്ന് അപ്രൂവ് ചെയ്ത് ആ ഫീസും കാര്യങ്ങളൊക്കെ അടക്കേണ്ടത് അവരാണ്.